ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമായിട്ട് പരിശുദ്ധ ദൈവമാതാവിനും യേശു തമ്പുരാനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി മാത്യു. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 മാർച്ച് മാസം 15-ാം തീയതിയാണ്. ഞങ്ങൾ ഉടമ്പടി എടുക്കുവാനുള്ള കാരണം ഞങ്ങളുടെ രോഗമായിരുന്നു. എനിക്ക് 20 വർഷമായി എനിക്ക് നടുവേദനയായിരുന്നു. എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവില്ലാതെ 2 കാലിനും വേദനയായിരുന്നു. അത് കഴിഞ്ഞ് കാലിൻ്റെ മുട്ടിന് തേയ്മാനമായി. അങ്ങനെ ഡെയിലി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് കാലിൻ്റെ പൂറ്റി വേദനയും നടുവേദനയും വന്നത്. തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു മർത്തോമ വിശ്വാസിയാണ്. ഞങ്ങൾക്ക് അമ്മ മാതാവിനെ പറ്റി അറിയത്തില്ലായിരുന്നു. ഞങ്ങളോടങ്ങനെ അമ്മ മാതാവിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങളിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കാലിൻ്റെ വേദനയും നടുവേദൻ്റെ വേദനയും മാറി. അച്ഛൻ്റെ നടുവിൻ്റെ വേദനയ്ക്ക് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ സൈത്ത് പൂച്ചി പ്രാർത്ഥിച്ചു, കാശ് രൂപം കൊടുത്തു. അച്ഛൻ്റെ കൂടെ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഓപ്പറേഷനൊന്നും വേണ്ട. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ പരിപൂർണമായിട്ടുള്ള വിടുതൽ കിട്ടി. രണ്ടാമതായിട്ട് ജീവിത പങ്കാളിക്ക് 25 വർഷമായ അലർജി ആയിരുന്നു. അത് സ്പ്രേ അടിച്ചുകൊണ്ടിരുന്നത് മൂക്കിനകത്ത്. ഒരു ദിവസം പോലും സ്പ്രേ അടിക്കാതിരിക്കുവാൻ പറ്റത്തില്ലായിരുന്നു. ദൈവമാതാവിൻ്റെ തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിപൂർണമായിട്ടുള്ള വിടുതൽ കിട്ടി. അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യം പറഞ്ഞേക്കാമെന്നേ പറഞ്ഞതാണ്. അതുപോലെ വേറെ ഒരു സാക്ഷ്യം, എൻ്റെ മകൾക്ക് വസ്തു മേടിക്കാനോ കൊണ്ട് തർക്കമായിരുന്നു. അത് എൻ്റെ മകൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞു തർക്കമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിട്ട് പോയതിന് ശേഷം ഉടമ്പടി ഉപ്പ് കൊണ്ടുവന്ന് ആ പുരയിടത്തിൽ എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ ഉടമ്പടിയിലാകുന്നു. അമ്മ മാതാവ് ആ വസ്തു വിൽക്കുവാണെങ്കിൽ എൻ്റെ മകൾക്ക് തന്നെ അത് വാങ്ങിക്കൊടുക്കണമേ എന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ മൂലം പിറ്റേ ആഴ്ചയിൽ അവരുടെ മകൻ വിളിച്ചു പറയുകയും എൻ്റെ കുഞ്ഞിനത് പ്രമാണം എഴുതി വാങ്ങിക്കുവാൻ സാമ്പത്തികമായിട്ടും എൻ്റെ അമ്മ മാതാവ് സഹായിച്ചു. അവർക്കുള്ള പേർക്ക് എഴുതിയത്. പിന്നെ ഒരു ഉടമ്പടിയിൽ വെച്ച വിഷയം, ഞങ്ങളുടെ വീടിൻ്റെ അടുക്കളയുടെ മുകളിലോട്ട് അയലത്തെ പുരയിടത്തിൻ്റെ മരങ്ങൾ വളർന്നു കിടക്കുകയായിരുന്നു. അവരോട് എത്ര പറഞ്ഞിട്ടും അവരത് മുറിച്ച് കളയത്തില്ല. അവർക്ക് തർക്കമായിരുന്നു. ഞാൻ ഉപ്പ് കൊണ്ടിട്ട് പ്രാർത്ഥിച്ചു. അവർ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളില്ലാത്ത സമയം നോക്കി ആരും അറിയാതെ അവർ മുറിച്ച് മാറ്റി തന്നു ഞങ്ങൾക്കത്. അമ്മ മാതാവ് ഞങ്ങൾക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യം പറയുവാനാണ് ഞങ്ങൾ. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വണ്ടി വിളിച്ച് 18 പേരെ ഇവിടെ കൊണ്ടുവന്നു. അതിലെ 10 പേര് ഉടമ്പടി എടുത്തു. ജപമാല റാലിക്കും ഞങ്ങൾ വണ്ടി വിളിച്ച് അവിടുന്ന് ഒരു വണ്ടി നിറച്ച ആൾ വന്നു. ഇന്ന് എൻ്റെ കൂടെ വന്നതും 10 പേര് വന്നു. അതിൽ 5 പേര് ഉടമ്പടി പുതുക്കാനുള്ളവരായിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ തൈലം തേച്ച് അവർക്കൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്മമ്മ മറിഞ്ഞു വീണ് കൈമുട്ടെല്ലാം മുറിഞ്ഞു വാരി ബ്ലഡുമായിട്ട് വീട്ടിൽ വന്നു. മോളെ, എനിക്കിച്ചിരി തൈലം തേച്ച് പ്രാർത്ഥിച്ചതായെന്ന് പറഞ്ഞു. ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചു കൊടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് വേറെ ഒന്നും വാരി തേക്കരുത്. വൈകുന്നേരത്തെ ആ അമ്മമ്മ വീണ്ടും വന്നു. എൻ്റെ കൈക്ക് സുഖമുണ്ട്, വേദന മാറി, എനിക്ക് ഇച്ചിരി കൂടെ തൈലം തേച്ച് പ്രാർത്ഥിച്ച് തരാൻ പറഞ്ഞു. അമ്മ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു കൊടുത്തു. അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ജീവിതത്തിലും ഒക്കെ ഞങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചു. ഇനിയുള്ള കാലത്തും അമ്മ മാതാവിൻ്റെ സാക്ഷിയായിട്ട് തമ്പുരാൻ്റെ സാക്ഷിയായി ജീവിച്ചു കൊള്ളാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത്, ഞങ്ങൾ ഇവിടുന്ന് വരുമ്പോഴൊക്കെ 4 പട്ട് പത്രം വാങ്ങിക്കൊണ്ട് പോവും. അത് കൊല്ലത്ത് ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്നു കൊടുക്കും. ഞങ്ങൾ രാവിലെ ചോറ് വച്ച് പൊതിഞ്ഞ് കൊണ്ടുവന്ന് ആ പൊതിയോട് കൂടിയാണ് ആ പത്രങ്ങൾ കൊടുക്കുന്നത്. പത്രം ഒരെണ്ണം പോലും തറയിൽ വീണ് പോകാതെ അത് 4ആയിട്ട് മടക്കി പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൈലം പൂച്ചി പ്രാർത്ഥിച്ചാണ് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നത്. അമ്മ മാതാവിൻ്റെ പ്രേക്ഷിതയായി തീരുവാൻ അമ്മ മാതാവ് ഞങ്ങളെ സഹായിച്ചു തോർത്തെ കോടാനുകോടി നന്ദി പറയുന്നു. ആത്മീയമായിട്ട് ഞാനൊരു മർത്തോമ വിശ്വാസിയായിരുന്നു. 7 മണിയാവുമ്പം സീരിയലൊക്കെ കണ്ടതിന് ശേഷം 8 മണിക്കൊക്കെ അരമണിക്കൂർ നേരം ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് പോകത്തുള്ളായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെയല്ല. 6 മണിയാവുമ്പോഴേ കുളിച്ചിട്ട് ഒരു ജപമാല ചൊല്ലുകയും അതിനുശേഷം അരമണിക്കൂർ നേരം ബൈബിൾ വായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് 8 മണിവരെ 1 മണിക്കൂർ കൂടുതൽ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ച് ആത്മീയമായിട്ടോ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവമാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ സഹോദരനും നാത്തൂനുമായിട്ട് ഞങ്ങൾ കെറിയിച്ചിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം അവരുടെ മകളുടെ കല്യാണത്തിന് പോലും ഞങ്ങളെ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ പോയി സഹകരിക്കുകയും ഞങ്ങളുമായിട്ടിപ്പോൾ കൂടുതൽ ബന്ധത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക്
സഹായിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാത്തിനും ദൈവമാതാവിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും കോടാടിക്കോടും നന്ദി പറയുന്നു. ഈ സാക്ഷ്യം പറയാം. ഞാൻ മൈക്കിൽ ആദ്യമായിട്ടാണ് സാക്ഷ്യം പറയുന്ന മൈക്ക് ഉപയോഗിക്കുന്നത്. എനിക്ക് എൻ്റെ കാലിന് ആദ്യമേ കാലിൻ്റെ ഉപ്പൂറ്റിക്കായിരുന്നു വേദന. കാല് തറയെ ചവിട്ടാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പല ആശുപത്രിയിലും പോയി, ആയുർവേദത്തിൽ പോയി, പല ആശുപത്രിയിലും പോയിട്ട് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി എനിക്ക് കട്ടിലിൽ കിടന്നിട്ട് തറയെ ചവിട്ടാൻ അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് തറയെ ചവിട്ടാൻ പറ്റൂ. അങ്ങനെ ഞാൻ പലരും പറഞ്ഞ് പല ആശുപത്രിയിലും പോയി. അവസാനം ഞാൻ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പോയപ്പം പറഞ്ഞ് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തെങ്കിലേ മാറുകയുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിൽ വന്ന് പള്ളിയിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം എൻ്റെ നടുവിന് ഭയങ്കര വേദന. അരമണിക്കൂർ കൂടുതൽ എനിക്ക് നിൽക്കാൻ ഒക്കത്തില്ല. 1 മണിക്കൂർ 3/4 മണിക്കൂർ നിൽക്കണം. അരമണിക്കൂർ എനിക്ക് നിൽക്കാൻ ഒക്കത്തില്ല. എനിക്കങ്ങനെ സഹിക്കാൻ വയ്യാതെ വേദന വന്ന് ഞാൻ വീണ്ടും ആ ആശുപത്രിയിൽ തന്നെ പോയി. ഡോക്ടറെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പം ഡോക്ടർ പറഞ്ഞ് നടുവിൻ്റെ ഒരു കണ്ണിയ മാറിയിരിക്കുക, ഓപ്പറേഷൻ ചെയ്തേ ഒക്കുള്ളെന്ന് പറഞ്ഞു. അത് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. ബുധനാഴ്ച പോകുന്ന പിറ്റേ തിങ്കളാഴ്ച സർജറിക്ക് ഡേറ്റ് എഴുതിയിട്ടു. ഞാൻ 10,000 രൂപ അവിടെ ടെസ്റ്റ് എല്ലാം നടത്തി ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഒട്ടും നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ, ഒന്നും വയ്യ. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ നൊയമ്പ് പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അന്നേരം ഒരു സഹോദരൻ എന്നോട് ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞ് പുനലൂർ ഒരു ഡോക്ടറുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജനാണെന്ന് പറഞ്ഞ് പുള്ളിയെ ഒന്നുകൊണ്ട് കാണീര്. അച്ചായൻ പല ആശുപത്രിയിലും പോയില്ലേ, ഇത്രയും ആയിട്ടും സൗഖ്യം വന്നില്ലല്ലോ, ആ ഡോക്ടറെ ഒന്ന് പോയി കാണിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ പുനലൂർ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടപ്പം ഡോക്ടർ ഞാൻ ഈ തിരുവനന്തപുരത്ത് ചെയ്ത എക്സ്റേയും എല്ലാ ടെസ്റ്റുകളും കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രൈവറ്റ് ആശുപത്രിയിലാകുമ്പം അവർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ കാശിന് വേണ്ടി അവർ പെട്ടെന്ന് പിടിച്ച് ഓപ്പറേഷൻ ചെയ്യും. അതുകൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാധ്യത ആയിട്ടില്ല, ഞാനൊന്ന് നോക്കട്ടെന്നും പറഞ്ഞിട്ട് എനിക്ക് ഡോക്ടർ ബെൽറ്റിന് കുറിച്ച് തന്ന് എന്നോട് പറഞ്ഞ് 3 മാസം ബെൽറ്റ് കെട്ടണമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ബെൽറ്റ് അളവ് കൊടുത്തിട്ട് ഞാൻ ഗുളിക തന്നിട്ട് എന്നെ വിട്ടിട്ട് പറഞ്ഞ് പിറ്റേ ആഴ്ച ബെൽറ്റ് തരും, അളവ് കൊടുത്തിട്ടാണ് പോയത്. അത് കെട്ടിക്കൊണ്ട് 3 മാസം ചെയ്യാൻ പറഞ്ഞ് കുറവില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അതിന് ശേഷം ഞാൻ അന്നേരവും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വന്ന് അച്ഛനെ കാണാനായിട്ട് വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ച് കാശ് രൂപം തന്നിട്ട് പറഞ്ഞ് ധൈര്യമായിട്ട് പൊയ്ക്കോളാം. ഞാൻ 3 മാസം ബെൽറ്റ് കെട്ടി. 3 മാസം ബെൽറ്റ് കെട്ടിയിട്ട് എനിക്ക് ബെൽറ്റ് അഴിച്ച് വെച്ച് രാത്രി കിടക്കാൻ നേരം ഞാൻ അഴിച്ചു വെച്ചിട്ടാണ് കിടക്കുന്നത്, പകൽ കെട്ടും. 3 മാസം കഴിഞ്ഞ് ഞാൻ കംപ്ലീറ്റും എൻ്റെ വേദന മാറി. എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് സൗഖ്യം തന്നു. ഇതുവരെ ബെൽറ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും കോടാടിക്കൂടി നന്ദി പറയുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യമാണിത്. സാലി മാത്യുവും ഹസ്ബൻഡും നമ്മളോട് ഷെയർ ചെയ്ത ഉടമ്പടി സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ജീവിത വിഷയങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി ദൈവവചനം പാലിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്ത് വചനത്തിൻ്റെ സാക്ഷിയായി തീരുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിൽ ചൊരിയും. ഉടമ്പടി എടുത്തപ്പോൾ ജീവിതത്തിൻ്റെ ഭൗതിക മേഖലകളിലുള്ള നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമാണ് നമ്മുടെ ഉടമ്പടിയിൽ നിയോഗമായി നമ്മൾ സമർപ്പിച്ചത്. അതുപോലെ തന്നെയാണ് സാലി മാത്യുവും ഹസ്ബൻഡും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് കൂടുതലും അവർ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചത്. 20 വർഷം നീണ്ടു നിന്ന നടുവിൻ്റെ തേയ്മാനം, എല്ലാ ദിവസവും 80 രൂപയുടെ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കാൽമുട്ടിൻ്റെ തേയ്മാനം, കാലിൻ്റെ ഉപ്പൂറ്റിയുടെ വേദന, ആരോഗ്യ പ്രശ്നങ്ങളാണ് അവരും പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് അവരുടെ നിയോഗങ്ങളായി കൊണ്ടുവന്നത്. പല മരുന്നുകളും കഴിച്ചു, പല ആശുപത്രികളിലും പോയി, അവസാനം പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലെത്തി ഉടമ്പടിയെടുത്ത് നിയോഗമായി സമർപ്പിച്ച് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. സൈത്ത് പൂശിയപ്പോൾ ധൈര്യമായി പൊയ്ക്കോ എന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ മകനോട് പറഞ്ഞത്. നമ്മൾ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഈശോയുടെ അരികിലേക്ക് വന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ
നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെവിക്കൊള്ളുവാൻ, നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുവാൻ നമ്മൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കൂടെയാണ് പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും മുന്നോട്ട് വെച്ചു കൊടുക്കുന്നത്. ഇവർ പറഞ്ഞ ഒരു ചെറിയ കാര്യമാണ്, ഒരു മരം വീടിന്റെ മുകളിലേക്ക് നിന്ന കാര്യം. ആ കാര്യം അവർ നിയോഗത്തിൽ സമർപ്പിച്ചപ്പോൾ വീട്ടിൽ ആരുമില്ലായിരുന്ന സമയത്ത് അയൽപക്കത്തെ വീട്ടുകാര് ആ മരം മുറിച്ച് അവർക്ക് കൊടുത്തു. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മുടെ ദൈവം എത്ര ശ്രദ്ധാലുവാണെന്നാണ് നമ്മൾ ഉടമ്പടി മക്കൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഓരോ നിമിഷവും ഓരോ സമയവും ഈശോയുടെ അടുത്ത് വന്ന് നമ്മൾ കരയുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നിരത്തി വെക്കുമ്പോഴും നമ്മളെ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എബ്രാഹിമിന്റെ കൂടെയും മോസസിന്റെ കൂടെയും സഞ്ചരിച്ച ദൈവം, വാഗ്ദാന പേടകമായ സഞ്ചാരി മാതാവ്, സമയ ചുരുക്കത്തിനുള്ളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം. 20 വർഷം നീണ്ടുനിന്ന നടുവേദനയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മക്കൾക്ക് ലഭിച്ച സൗഖ്യം. നമുക്കും വിശ്വാസത്തോടെ ഈശോയുടെ അരികിലേക്ക് നമ്മുടെ ഓരോ നിയമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നമ്മുടെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധാലുവാണ് നമുക്കിപ്പോൾ മനസ്സിലായി കാണും. ഉടമ്പടി ജീവിതത്തിലൂടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. സാലി മാത്യുവിന് കുടുംബത്തിന് ലഭിച്ച രോഗസൗഖ്യത്തിനായി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സാക്ഷ്യം സമർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.